അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ രക്ഷിതാക്കളെ, ഇന്ന് നമ്മൾ രണ്ടാമത്തെ ഹദീസ് പഠിക്കാൻ പോവാണ്. ഇന്നലെ നമ്മൾ നിയ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചായിരുന്നു പഠിച്ചിരുന്നത്. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഉമർ റളിയല്ലാഹു അൻഹു. ഇന്ന് നമ്മൾ അറിവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, നമ്മൾ ഓരോ ഹദീസ് പഠിക്കുന്നത് അറിവിന് വേണ്ടിയിട്ടാണല്ലോ, അറിവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹദീസാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറ യുഫക്കിഹുഹു ഫിദ്ദീൻ. അള്ളാഹു ആർക്കെങ്കിലും നന്മ ഉദ്ദേശിച്ചാൽ അവനെ മതത്തിൽ അവഗാഹമുള്ളവനാക്കിക്കൊണ്ട് തീർക്കും. ഹദീസിൽ എന്താ പഠിപ്പിക്കുന്നത്? നന്മ ഉദ്ദേശിച്ചാൽ അള്ളാഹുവിനെ അറിവുള്ളവനാക്കിക്കൊണ്ട് മാറ്റുമെന്നുള്ളതാണ്. അതുകൊണ്ട് അറിവ് അന്വേഷിക്കുന്നത് നിർബന്ധ ബാധ്യതയായിക്കൊണ്ടാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. തലബൽ ഇൽമു ഫരീലത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. അറിവുണ്ടായാലേ, യഥാർത്ഥ വിജ്ഞാനമുണ്ടാകുമ്പോഴേ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് അറിവില്ലാതെ കേവലം ആരാധന കർമ്മങ്ങളിൽ മുഴുകുന്നവനേക്കാൾ അറിവുള്ളവനാണ് ശ്രേഷ്ഠത എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മതവിജ്ഞാനം പ്രവാചകന്മാർ വിട്ടുപോയ അനന്തര സ്വത്താണ് അറിവ് എന്ന് പറയുന്നത്. അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ അള്ളാഹു എന്നെ അറിവുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്. ഇതൊക്കെ അതിൻ്റെ പ്രാധാന്യമാണ്. അറിവ് അന്വേഷിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അനേകം സൗഭാഗ്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. അസൂയ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നാൽ അറിവിൻ്റെ കാര്യത്തിൽ അസൂയ അനുവദനീയമാണ് എന്നാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആരെങ്കിലും അറിവ് അന്വേഷിച്ചുകൊണ്ട് രാവിലെ പള്ളിയിലേക്ക് പോയാൽ പൂർണ്ണ ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ആരെങ്കിലും അറിവ് നേടുക എന്ന, മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്താലാണ് രാവിലെ പള്ളിയിലേക്ക് പുറപ്പെട്ടതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാന ലഹു കഅജ്രി ഹാജി താമൻ ഹജ്ജതഹു. ഹജ്ജിൻ്റെ പരിപൂർണ പ്രതിഫലം ലഭിക്കുമെന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ നമ്മളെ വിളിച്ചോതുന്നത് എന്താണ്? അറിവ്. അതിന് വലിയ സ്ഥാനം ഇസ്ലാം നൽകുന്നുണ്ട്. അറിവുള്ളവരാകണം നമ്മൾ എന്നുള്ളതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരന്മാരെ, നമ്മൾ രക്ഷിതാക്കളെ, നമ്മൾ ഓരോ ദിവസവും ഓരോ അറിവുകളാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് അറിവുകളാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നിരന്തരമായിക്കൊണ്ട് പ്രാർത്ഥിക്കുക. വക്കുൽ റബ്ബി സിദ്നി ഇൽമ എന്ന പ്രാർത്ഥന പ്രവാചകൻ സുബഹി നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഹദീസിൽ കാണാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ. ഉപകാരപ്രദമായിട്ടുള്ള അറിവ് നൽകണമേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. വരിസുക്കൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വരിസുഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. ഇത്തരം പ്രാർത്ഥനകളൊക്കെ നമ്മൾ എന്താക്കുക, ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാം. അതുകൊണ്ട് ഇത്തരം പഠന സംരംഭങ്ങളിൽ നമ്മളെല്ലാവരും ഇതെന്താക്കുക, കേട്ട് പഠിച്ച് ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ശ്രമിക്കുക. കൂടുതൽ അറിവുകൾ നമ്മൾ നേടുക. അറിവിൻ്റെ കേദാരമാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. അതിൽ നിന്ന് കൂടുതൽ അറിവുകൾ നമ്മൾ നേടണം. അതിനുള്ള അവസരങ്ങളാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ഇന്ന് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ വോയിസ് കേട്ടാൽ നിങ്ങൾ എന്താക്കണം? അതിന് ഉത്തരം നിങ്ങൾ ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യണം. ഇന്നലെ നമ്മൾ പഠിച്ചു നിയ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി ആരാണ് എന്നാണ് ചോദ്യം. നിയ്യത്തിൻ്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ നമ്മൾ പഠിച്ച ഹദീസിൽ അത് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി ആരാണ് എന്നാണ് ചോദ്യം. നിങ്ങളെല്ലാവരും അതിലെന്താക്കണം? അയക്കണം. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ഇന്ന് നമുക്ക് നൽകാൻ പറ്റിയൊരു സ്വതക്കയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു സ്വതക്കയെക്കുറിച്ച് നിങ്ങളെല്ലാവരും അതിലെന്താക്കുക? പങ്കാളികളാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പഠനം, അറിവ് നമുക്ക് കൂടുതൽ അല്ലാഹു ഉപകാരപ്രദമായിട്ടുള്ളത് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അല്ലാഹുവിനെ ഭയപ്പെടുന്ന അറിവുകളാക്കിക്കൊണ്ട് അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. നമ്മുടെ നോമ്പുകൾ, തറാവീകൾ എല്ലാം അല്ലാഹു ഈമാനോടും ഇഹ്തിസാബോട് കൂടിയുള്ള നോമ്പുകളാക്കിക്കൊണ്ട് അല്ലാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മൾ നൽകുന്ന സ്വതക്കകൾ അത് സ്വാലിഹായ സ്വതക്കയായിക്കൊണ്ട് സ്വീകരിക്കുമാറാകട്ടെ.
അതിനെല്ലാം അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.